എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. ഞാൻ എൻ്റെ ശരീരമൊക്കെ ആരോഗ്യപ്രദമായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ മുഖം കാണിച്ച് ഞാൻ വീഡിയോ ചെയ്യാത്തത് എൻ്റെ പല്ലിട്ട് എൻ്റെ ക്ലിപ്പ് അതിൻ്റെ ഇത് കമ്പി പൊട്ടിപ്പോയി. ഇനി അത് ഡോക്ടറെ അടുത്ത് ഒന്ന് പോകണം എന്ന് കരുതി ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ നാലോണം പുലിക്കളി ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മുഖം കാട്ടി വീഡിയോയിലേക്ക് വരാത്തത്. ഇപ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട്, സ്വാമി എന്തിനാണ് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കുന്നത് എന്ന്. ഓരോരുത്തരും എന്നെ കുറിച്ച് കമൻ്റ് ഇടുമ്പോൾ അതിന് മറുപടി ഞാൻ നൽകിയില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കരുതും ഞാൻ തെറ്റുകാരനാണ് എന്ന്. ഇന്ന വരെ ഇത്രയും വയസ്സിൻ്റെ ഉള്ളിൽ ആരെയും ഞാൻ പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. എല്ലാവരും എന്നെയാണ് പറ്റുകയും ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവരോടൊക്കെ ക്ഷമിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ, നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മളും പറയില്ലേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുട്ടിയമ്മയുടെ വീഡിയോയുടെ താഴെ കുട്ടിയമ്മയുടെ അടുത്തുള്ള അയലക്കാരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. അത് എന്താണെന്ന് ഞാൻ നോക്കട്ടെ, പറയാം. അദ്ദേഹം എഴുതിയുള്ള കമൻ്റ് എന്ന് പറഞ്ഞാൽ, കുട്ടിയമ്മയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ നുണ പറയുന്നത്? കുട്ടിയമ്മയെ നോക്കാനായി ഈ പറഞ്ഞ ബന്ധുക്കളിൽ നിന്നും 1,00,000 രൂപ എഗ്രിമെൻ്റ് എഴുതി വാങ്ങിച്ചതിനും ഞാനും സാക്ഷിയാണ്. ഓക്കെ. കൂടാതെ ആഭരണങ്ങൾ, മാല, കമ്മൽ, മോതിരം എന്നിവയും താങ്കൾ എടുത്തിട്ടുണ്ട്. ഇത്രയും നാൾ കുട്ടിയമ്മയ്ക്ക് ലഭിച്ചിരുന്ന പെൻഷൻ തുകയും താങ്കൾ തന്നെയാണ് വാങ്ങിച്ചിരുന്നത്. ഇതെല്ലാം കുട്ടിയമ്മയുടെ വീടിനടുത്തുള്ള എന്നെപ്പോലെയുള്ള എല്ലാവർക്കും അറിയാം. ശരി, റൈറ്റ്. അവരുടെ ബന്ധുക്കൾ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കും എന്ന് പേടിയാണ്? ഒരിക്കലുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യായീകരണം വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ കുട്ടിയമ്മയുടെ അവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല എന്നോ, എൻ്റെ ഇവിടെ കുട്ടിയമ്മേനെ കൊടുന്ന് തള്ളിയിട്ടുന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുട്ടിയമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത് ഇത്രയെന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ച് പണം എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കൂ. പിന്നെ കുട്ടിയമ്മയെ നിങ്ങളൊക്കെ ഇവിടെ കൊടുന്നാക്കി അതിന് സാക്ഷിയാന്നൊക്കെ നിങ്ങൾ പറയുന്നു. കുട്ടിയമ്മേനെ കൊടുന്നാക്കി 10 വർഷത്തിന് മേലെ കുട്ടിയമ്മ രാവും പകലും ഇവിടെ കിടന്നു. നിങ്ങളാരും വന്നൊന്നും അന്വേഷിച്ചിട്ടില്ല കുട്ടിയമ്മയ്ക്ക് എങ്ങനെയാണ് എന്താന്ന്. ഇല്ലല്ലോ. പിന്നെ എനിക്ക് വിഷമമുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം കുട്ടിയമ്മ എൻ്റെ അടുത്ത് നിന്നിട്ട് കുട്ടിയമ്മയെ ഇവർ കൊണ്ടുപോയിട്ട്, അതായത് കുട്ടിയമ്മയുടെ ചേച്ചിയുടെ മകൾ, പേര് ഞാൻ പറയുന്നില്ല, ചേച്ചിയുടെ മകൾ കൊണ്ടുപോയിട്ട് ഞാൻ ദിവസം 4-5 നേരം കുട്ടിയമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിട്ട് ഒരു സ്ത്രീയാണെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ടില്ല. ഇത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ചോദിച്ചു നോക്കൂ. കുട്ടിയമ്മയെ എങ്ങനെ നോക്കിയാൽ എനിക്ക് അവകാശമുണ്ട് കുട്ടിയമ്മേനെ കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. അതിനുശേഷം കുട്ടിയമ്മ മരിച്ചു എന്ന് പോലും എന്നെ വിളിച്ച് ഈ ചേച്ചിയുടെ മോള് പറഞ്ഞില്ല. ഞാനാണോ തെറ്റുകാരൻ? അതവരോ? എൻ്റെ ഈ നാവ് കൊണ്ട് ഒരിക്കലും കുട്ടിയമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ തന്നെ പറഞ്ഞു, ഇതൊരു അമ്പലമല്ലേ, ഇവിടെ കിടന്ന് മരിച്ചു കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാവും, അമ്മയ്ക്ക് അത്ര വയ്യാണ്ടി ആവുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാത്രി എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, കുട്ടിയമ്മയുടെ പെൻഷൻ വന്നോ എന്ന്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നാളെ ഞാൻ കുട്ടിയമ്മേനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ശരി, അവരെ തടയാൻ എനിക്ക് കഴിയില്ല. കാരണം അവർ കുട്ടിയമ്മയുടെ ചേച്ചിയുടെ മകളാണ്. അവർക്ക് കുട്ടിയമ്മയിൽ അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് എനിക്ക് നോക്കാൻ പറ്റാണ്ട് കുട്ടിയമ്മേനെ ഞാൻ അയച്ചതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്തിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത്?
അപ്പോൾ ഇവിടെ വന്ന് കുട്ടിയമ്മയുടെ കാട്ടിൽ ഡ്രസ്സ് ഇതൊക്കെ ഒരുക്കാനും കയറ്റാനും യാത്രയാക്കാനും ഞാൻ ഒപ്പം നിന്ന ആളാണ്. അതെൻ്റെ അയൽക്കാർക്കും അറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരാളെയും വഞ്ചിച്ചിട്ടുമില്ല, പറ്റിച്ചിട്ടുമില്ല, ഒന്നും ചോദിച്ചു വാങ്ങിച്ചിട്ടുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കുട്ടിയമ്മ നിങ്ങൾ കൊണ്ടാക്കി കൊണ്ട് ഇവിടെ കുട്ടിയമ്മയ്ക്ക് നിൽക്കാനാ താല്പര്യം എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഒരു കാറിൽ വന്ന് കുട്ടിയമ്മനെ ഇവിടെ ഏൽപ്പിച്ച് എഗ്രിമെൻ്റ് എഴുതി. എഗ്രിമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വീട് പണി നടക്കാതിരിക്കുന്ന സമയം ആ കുടിലാണ്. അന്നത്തെ ഓടുപേരെയാണ് എൻ്റെ. അപ്പോൾ ആ 1,00,000 രൂപയാണ് എനിക്ക് നിങ്ങൾ തന്നത്. ശരിയാണ്. പിന്നെ കുട്ടിയമ്മയ്ക്ക് ഒരു 3/4 പവൻ്റെ ഒരു മാല, 1 ഗ്രാമിൻ്റെ ഒരു ആലിലക്കണ്ണൻ്റെ ഒരു ലോക്കറ്റ്, ഒരു മോതിരം, ഒരു ജോഡി കമ്മലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളം കയറി ഞങ്ങൾ തോറ്റ്, കുട്ടിയമ്മ ഞങ്ങളെ കൂടി ഇരിക്കുന്ന സമയത്ത് വെള്ളം കയറി തോറ്റ് വീട് പണിയണം എന്നുള്ള ഇതിൽ ഞാൻ വീട് പൊളിച്ചിട്ട് ഞാനിവിടെ വേറൊരു കുടിൽ കൂത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വാടകയ്ക്ക് പോയി മാസം 3000 വെച്ച് ഞാൻ വാടക കൊടുത്ത് 3 വർഷം കൊണ്ട് എനിക്ക് വീട് നിറവേറ്റാൻ പണി കഴിക്കാൻ പറ്റിയത്. എന്നിട്ട് ഒന്നും കഴിഞ്ഞിരുന്നില്ല. ബാത്റൂമില്ല, കറണ്ടില്ല. പിന്നീട് എനിക്ക് ഇനി വാടക കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണീര് ദുഃഖം കണ്ട കുട്ടിയമ്മ ഈ ആഭരണങ്ങൾ ഊരി എനിക്ക് തരികയാണ് ചെയ്തത്. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ്. സ്വാമി ഇത് വിറ്റിട്ട് നമുക്ക് അവിടെ കയറി താമസിക്കാനുള്ള വഴി നോക്കാൻ കുട്ടിയമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങിച്ച് വിറ്റ് ആ കാശ് കൊണ്ട് കറണ്ട് എടുത്ത് ബാത്റൂമിൻ്റെ പണി കഴിച്ചു. വാതിലോ ജനലോ പോലെ വെച്ചില്ല, കർട്ടൻ ഇട്ടിട്ട് ഞങ്ങളിവിടെ താമസമാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല. വേണ്ടടത്തല്ലേ പറയണ്ടോ എന്ന് കരുതിയതാണ്. എനിക്ക് വിഷമമുണ്ടായത് ഞാൻ അത്ര കാലം നോക്കിയിട്ട് ആ കുട്ടിയമ്മേനെ കൊണ്ടുപോയത് ചേച്ചിയുടെ മോളുടെ വീട്ടിലേക്കാണോ കുട്ടിയമ്മനെ പൊന്നുക്കരിക്കാണോ എന്ന് അറിയാൻ വേണ്ടിയാണോ, ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് കമൻറ്റ് ചെയ്യട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കള്ളനാക്കരുത്. ഞാനൊരു കള്ളനല്ല. ഞാൻ ആരും പറ്റിച്ച് ജീവിച്ചിട്ടില്ല എന്ന് വരെ. മനസ്സിലായിട്ടുണ്ടോ? ഇന്നും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ഒരു ജീവിതം എൻ്റെ എനിക്കില്ല. ഇന്നും ഞാൻ എൻ്റെ അമ്മയെ നോക്കി റേഷൻ്റെ അരിയും ഒരു ചമ്മന്തി ആയാലും അത് കൂട്ടി ചോറുണ്ട് ഞാൻ സ്വസ്ഥയായി ജീവിക്കുകയാണ്. എന്നെ ഇതുപോലെയുള്ള കമൻറ്റുകൾ കേട്ട് നിങ്ങൾ വിഷമിപ്പിക്കരുത്. കാരണം വിസ്മയ ഒരു തൊട്ടാവാടിയാണ്. കരുത്തുണ്ടെന്ന് കാണിക്കുമെങ്കിലും എനിക്ക് പെട്ടെന്ന് തളരത്. നമ്മൾ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാവും. അതാണ്. മനസ്സിലായോ? നിങ്ങൾ കേസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, എനിക്ക് വിരോധമില്ല. നിയമം ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങളുടെ പേരിൽ എനിക്കും കേസ് കൊടുക്കാം. ഇത്തരം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെന്നെ മാനം കെടുത്തി എന്നുള്ളതിൽ മാനനഷ്ട കേസ് എനിക്കും കൊടുക്കാം. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുട്ടിയമ്മ മരിച്ചിട്ട് കുട്ടിയമ്മയുടെ അടുത്തുള്ളൊരു അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് കുട്ടിയമ്മ മരിച്ചു എന്ന്. എന്നിട്ട് ഞാൻ അവിടെ വന്നു, എൻ്റെ സഹോദരികളും വന്നു. എല്ലാം കഴിയുന്നത് വരെ ഞാൻ വന്നിട്ട് ആ റോട്ടിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ നാട്ടിലൊരാൾ സ്വാമിയാ ഇപ്പോൾ വന്നു. ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല, എന്നെ കണ്ട മൈൻഡ് പോലും ചെയ്തില്ല. അത് അവസാനിക്കുന്ന വരെ കുട്ടിയമ്മയുടെ സ്നേഹം ഓർത്ത് ഞാൻ അവിടെ നിന്ന് പോന്നു. എന്താ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറയൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ.